അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് ഗുരുവിനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുൻപിൽ സ്വാമി ഇങ്ങനെ വന്ന് നിന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയൊരു നിമിഷമുണ്ട്. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്ന ആ നിമിഷം. സ്വാമി എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഈ ലോകം നമ്മെ അംഗീകരിക്കുന്ന ഒരു നിമിഷം തീർച്ചയായും കടന്നു വരിക തന്നെ ചെയ്യും. ആ വീഡിയോയിൽ ഞാനൊരു ഒടുവിലായി അവർക്ക് ഗുരുവിനെ കാണുവാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ, ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് വേദികളിൽ ചെന്നപ്പോൾ നിറഞ്ഞ കണ്ണുകളോട് ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ ഞങ്ങൾ സ്വാമിയെ കണ്ടു. അങ്ങനെ നിങ്ങൾക്കും കാണണ്ടേ? ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മമാർക്ക് സ്വാമിയെ കാണണ്ടേ? കാണണോ? കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സ്വാമി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. കാണണോ സ്വാമിയെ? അത്രമേൽ ആ മധുര പാവന മനോജ്ഞവാണിയിൽ മതിമറക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നടുവൊക്കെ ഒന്ന് നിവർത്തി, ഫോണൊക്കെ ഒന്ന് സൈലൻ്റ് ആക്കി വെച്ച് ഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ആ വെണ്ണയ്ക്കൽ പ്രതിമയായിരിക്കാം ഒരു പക്ഷേ ഇഷ്ടമുള്ളത്, ആ ഏറ്റവും ഇഷ്ടമുള്ള ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് ഞാൻ പറയുന്നത് വരെ കണ്ണടച്ചിരിക്കണം. കണ്ണ് തുറക്കുക എന്ന് പറയാതെ കണ്ണ് തുറക്കരുത്. നടുവൊക്കെ ഒന്ന് നിവർത്തി, വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ ഗ്ലാസ്സൊക്കെ ഒന്ന് താഴെ വെച്ചിട്ടിരുന്നാൽ മതി. ഗുരുവിനെ നമുക്ക് കാണുവാൻ ശ്രമിക്കാം. അങ്ങനെ ഗുരുവിലൂടെ ഈ ലോകത്തെയും നമുക്ക് വീക്ഷിക്കുവാൻ ശ്രമിക്കാം. എല്ലാവരും കുടിച്ച് കഴിയട്ടെ നോർത്ത് നിർത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ നടുവൊക്കെ നിവർത്തിയിരുന്ന് ഗുരുവിൻ്റെ ആ തേജസ്സുള്ള ആ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് കൈയൊക്കെ റിലാക്സ്ഡ് ആക്കി കാൽമുട്ടയിലേക്ക് വെച്ചേക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റുചൊല്ലി ആ രൂപത്തിലേക്ക് മാത്രം 100% ശ്രദ്ധയും കൊടുക്കുക. കണ്ണുകൾ അടച്ചോളൂ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. നാം എല്ലാവരും ഇപ്പോൾ ശിവഗിരിക്കുന്നിലെ ആ മഹാസമാധി മന്ദിരത്തിന് മുൻപിൽ നിൽക്കുകയാണ്. നാം ആ വാതിൽപ്പടിയിൽ നിന്നും അകത്തേക്ക് നോക്കുമ്പോൾ അനുകമ്പാമൂർത്തിയായ ഭഗവാൻ തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട് സല്ലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരുവിനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന നമ്മെ ഗുരു കൈകാട്ടി അടുത്തേക്ക് വിളിക്കുന്നു. ആ സന്തോഷത്തിൽ ഓടിക്കിതച്ച് ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കണ്ണിൽ നിന്നിറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് അനുകമ്പാർദ്രമായ ശബ്ദത്തോടെ ഗുരു നമ്മളോട് പറയുന്നു, നിൻ്റെ ഏതൊരു സങ്കട നിമിഷത്തിലും നാം എപ്പോഴും നിന്നോടൊപ്പമുണ്ടാകും. നിൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ നിൻ്റെ അമ്മ നിൻ്റെ കണ്ണീരൊപ്പുന്നതുപോലെ നാം നിൻ്റെ കണ്ണീരൊപ്പുവാൻ നിൻ്റെ ഒപ്പമുണ്ടാകും. ജാതിമതഭേദമന്യേ ഈ ലോകത്തുള്ള എല്ലാവരെയും നിൻ്റെ സഹോദരരായി കാണുക. നാം നിന്നോടൊപ്പം എന്നുമുണ്ടാകും. ഇത് പറഞ്ഞ സ്വാമി നമ്മുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോകുമ്പോൾ കണ്ണീരോടെ അല്ലാതെ ആ കാഴ്ച നമുക്ക്
കണ്ടു നിൽക്കുവാൻ സാധിക്കുന്നില്ല. ഓടിച്ചെന്ന മഹാസമാധി മന്ദിരത്തിലേക്ക് നോക്കിയ നാം കാണുന്നത് ആ വെണ്ണിക്കൽ പ്രതിമ മാത്രമാണ്. അത് കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അറിയാതെ പാടിപ്പോവുകയാണ്: ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഇപ്പോൾ നാം എല്ലാവരും തിരികെ വീടുകളിലേക്ക് വരികയാണ്. കൈ രണ്ടും കൂട്ടിത്തിരുമ്മി ആ ചൂട് കണ്ണിൽ തട്ടുന്ന രീതിക്ക് വെച്ച് കണ്ണു തുറക്കുക. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകാം, കണ്ഠമിടറിയിട്ടുണ്ടാകാം, മനസ്സ് നോവുന്നുണ്ടാകാം. അതാണ് ആ കാരുണ്യമൂർത്തിയുടെ അനുകമ്പ. ഗുരു പറഞ്ഞതുപോലെ എന്നും ഗുരുവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനാദ്യം യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പലരും പറയുന്നത് പോലെ കേവലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാത്രം ഒതുക്കി നിർത്തുവാൻ സാധിക്കുന്നതല്ല ആ പുണ്യപുരുഷൻ്റെ പ്രഭാവം. മറിച്ച് അനന്തകോടി ദിവാകരൊത്തുയർന്ന പ്രഭയോടുകൂടിയ സ്വാമി ഒരു ദിവസം ഈ മറകളെല്ലാം നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇന്ന് വില്യം വേർഡ്സ്വർത്തും ഷെല്ലിയുമൊക്കെ കാവ്യലോകത്ത് ആഘോഷിക്കപ്പെടുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനിലെ കവിയെ ഈ ലോകം മറന്നു പോവുകയാണ്. കാവ്യ കൗതുകത്തിൽ ഭട്ടദൗതൻ പറയുന്ന ഒരു വാചകമുണ്ട്: നാൻ ഋഷിഹി കവിരുത്യുക്ത മൃഷിശ്ച കില ദർശനാത് ദർശനാത് വർണ്ണനാത് വാപി രൂഢാലോകേ കവിശ്രുതിഹി വിചിത്ര ഭാവധർമാംശ തത്വപ്രഖ്യാച്ച ദർശനം. ഒരു ഋഷി യഥാർത്ഥത്തിൽ ഒരു കവി തന്നെയാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനിലെ കവിയെ, ആ ഈശ്വര ചൈതന്യത്തെ ലോകം അംഗീകരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പറഞ്ഞു തുടങ്ങിയതുപോലെ ഏകദേശം 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുമ്പോൾ പറഞ്ഞു പോയതിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, എന്തെങ്കിലും വേദന ഉളവാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർ, എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നോട് അത് ഈ എളിയ ഭക്തയുടെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിക്കണം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആർക്കെങ്കിലും പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്നെ പഠിപ്പിച്ച ആചാര്യ പരമ്പരയുടെ, മാതാവിൽ തുടങ്ങി പിതാവിലൂടെ പ്രിയാചാര്യന്മാരിലൂടെ തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ശ്രേഷ്ഠ പരമ്പരയുടെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്, എൻ്റെ സ്വാമിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നു.